ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 4ാമത്തെ ചാപ്റ്ററാണ്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. ഇതിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രമുഖ നവോത്ഥാന നേതാക്കളും അവരുടെ സംഭാവനകളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ആദ്യം പറയുന്നത് നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിലെ അദ്ദേഹത്തിൻ്റെ അഗ്നിച്ചിറകുകളിൽ നിന്നുള്ള കുറച്ച് സെൻറ്റൻസാണ് തന്നിട്ടുള്ളത്. ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ, അറിയാമല്ലോ. ഡോക്ടർ APJ അബ്ദുൽ കലാം ജനിച്ചത് എവിടെയാണ്? രാമേശ്വരത്താണ്. 1931 ഒക്ടോബർ 15 അദ്ദേഹം ജനിച്ചത്. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് ഉരുട്ടമ്പലം ലഹള നടത്തിയത് ആരാണ്? അയ്യങ്കാളി. വർഷം തന്നിട്ടില്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാണ് ഉരുട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90ാം ആണ്ട് ലഹള നടന്നത്? 1915. തിരുവനന്തപുരം ഊരുട്ടമ്പലം ഗ്രാമത്തിൽ പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ ചേർക്കാൻ അയ്യങ്കാളി കൊണ്ടുവന്നപ്പോൾ സവർണജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് ഊരുട്ടമ്പലം ലഹള അഥവാ 90ാം ആണ്ട് ലഹള. ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? UP സ്കൂളിൻ്റെ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ഊരുട്ടമ്പലം ലഹള നടത്തിയത് അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ടെക്സ്റ്റ് തന്നിട്ടില്ല, NCERTയിലെ ഒരു പോയിൻ്റാണ്. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. പിന്നെ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിനെ കുറിച്ചുള്ള കുറച്ച് സെൻറ്റൻസാണ്, കുറച്ച് ഫാക്ട്സാണ്. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ നിന്നും ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയുമായിരുന്നു. എന്നാണ് കേരളത്തിൽ തന്നെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. EK ജാനകി അമ്മാൾ, തലശ്ശേരിയിലാണ് ജനനം. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലായിരുന്നു. ഇന്ത്യയിലെ ആദ്യ സസ്യശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ EK ജാനകി അമ്മാൾ. എവിടെയാണ്? തലശ്ശേരിയിലാണ് ജനനം. ടെക്സ്റ്റ് തന്നിട്ടുണ്ട് എവിടെയാണ് ജനനം? തലശ്ശേരി, കണ്ണൂരിലാണ് ജനനം. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലായിരുന്നു. പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 1977. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചത് ഡോക്ടർ EK ജാനകി അമ്മാളാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലായിരുന്നു. ജീവിതത്തിൻ്റെ അരങ്ങ് ആരുടെ ആത്മകഥയാണ്? നിലമ്പൂർ ആയിഷ. മുസ്ലിം സമുദായത്തിൽ നിന്നും നാടകത്തിൽ അഭിനയിച്ച ആദ്യ വനിതയാണ് ആര്? നിലമ്പൂർ ആയിഷ. അവരുടെ ആത്മകഥയാണ് ജീവിതത്തിൻ്റെ അരങ്ങ്. ജീവിതത്തിൻ്റെ അരങ്ങ് ആരുടെ ആത്മകഥയാണ്? നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷയുടെ ജീവിതം പശ്ചാത്തലമാക്കിയ മലയാള സിനിമയാണ് ആയിഷ. മഞ്ജു വാര്യർ നായിക ആയ സിനിമ. ഓക്കെ. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ജ്യോതിറാവു ഫുലെ. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച് ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജ് സ്ഥാപകൻ അല്ലേ? പൂനെയിൽ സത്യശോധക് സമാജ് സ്ഥാപിച്ചു. 1873 പൂനെയിൽ സത്യശോധക് സമാജ് സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ആര്? ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെയുടെ പുസ്തകം നമ്മൾ കഴിഞ്ഞ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. എന്നാണ് ഗുലാംഗിരി. ജ്യോതിറാവു ഫുലെയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് ഗുലാംഗിരി. അദ്ദേഹത്തിൻ്റെ പത്നിയാണ് സാവിത്രിബായി ഫുലെ അല്ലേ? ഓക്കെ. വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ജ്യോതിറാവു ഫുലെ. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടാണ്. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ജ്യോതിറാവു ഫുലെ. സാവിത്രിബായി ഫുലെയെക്കുറിച്ചുണ്ട്. സാവിത്രിബായി ഫുലെയാണ് പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു ആര്? സാവിത്രിബായി ഫുലെ. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായി ഫുലെ. സാവിത്രിബായി ഫുലെയുടെ ജന്മദിനമായ ജനുവരി 3 മഹാരാഷ്ട്രയിൽ ബാലികാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സാവിത്രിബായി ഫുലെയുടെ ജന്മദിനമായ ജനുവരി 3 എന്താണ്? മഹാരാഷ്ട്രയിൽ ബാലികാ ദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ബാലവിധവകളുടെ പുനരധിവാസത്തിനായി പൂനെയിൽ മുക്തി മിഷൻ ആരംഭിച്ചത് ആരാണെന്നറിയാമോ? ബാലവിധവകളുടെ പുനരധിവാസത്തിനായിട്ട് പൂനെയിൽ മുക്തി മിഷൻ സ്ഥാപിച്ചത്
ആര്യ മഹിളാ സഭ സ്ഥാപിച്ചതായിരുന്നു നമുക്കറിയാം അല്ലേ. ആര്യ മഹിളാ സഭ ആരാണ്? പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി തന്നെയാണ് ബാലവിധവകളുടെ പുനരധിവാസത്തിനായി പൂനെയിൽ മുക്തി മിഷൻ സ്ഥാപിച്ചത്. ബാലവിധവകളുടെ പുനരധിവാസത്തിനായി പൂനെയിൽ മുക്തി മിഷൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി. ആരുടെ ജന്മദിനമാണ് തമിഴ്നാട്ടിൽ സാമൂഹ്യനീതി ദിനമായി ആചരിക്കുന്നത്? സാമൂഹ്യനീതി ദിനം അറിയാമോ? സാമൂഹ്യനീതി ദിനം പെരിയോർ എന്നറിയപ്പെടുന്ന ആരാണ്? പെരിയോർ EV രാമസ്വാമി നായ്ക്കരാണല്ലേ. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ നേതാവായ പെരിയോർ എന്നറിയപ്പെടുന്ന, വൈക്കം ഹീറോ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കരുടെ ജന്മദിനമാണ് തമിഴ്നാട്ടിൽ എന്ന് സാമൂഹ്യനീതി ദിനമായിട്ട് ആചരിക്കുന്നത്. ഡോക്ടർ A അയ്യപ്പൻ തൃശ്ശൂരിൽ ജനനം. തൃശ്ശൂരിലെ പറവട്ടിയിലാണ് ജനനം. ഡേറ്റ് ഉൾപ്പെടെ തന്നിട്ടുണ്ട്. ഫെബ്രുവരി 5, 1905 ഫെബ്രുവരി 5. തൃശ്ശൂരിലെ പറവട്ടിയിൽ ജനിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ആര്? ഡോക്ടർ A അയ്യപ്പൻ. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ പ്രസിദ്ധ നരവംശ ശാസ്ത്രജ്ഞനാണ് ആര്? ഡോക്ടർ A അയ്യപ്പൻ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലനോസ്കിയുടെയും റെയ്മണ്ട് ഫെർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കുകയും കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ഡോക്ടർ A അയ്യപ്പൻ. ഒഡീഷയിലെ ട്രൈബൽ റിസർച്ച് ബ്യൂറോയുടെ സ്ഥാപകൻ കൂടിയാണ്. ആര്? ഡോക്ടർ A അയ്യപ്പൻ. ട്രാൻസ്ജെൻഡറിൻ്റെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന്? ട്രാൻസ്ജെൻഡറിൻ്റെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10 നിലവിൽ വന്നത്. ഇത് ആദ്യം ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? തവാർചന്ദ് ഗെഹ്ലോട്ടായിരുന്നു ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ലോക്സഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 5. നവംബർ 26 രാജ്യസഭ പാസ്സാക്കുകയും ഡിസംബർ 5 രാഷ്ട്രപതി ഒപ്പുവയ്ക്കുകയും നിലവിൽ വന്നത് 2020 ജനുവരി 10 ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വരികയും ചെയ്തു എന്നാണ്. ലോക്സഭയിൽ അവതരിപ്പിച്ചത് തവാർചന്ദ് ഗെഹ്ലോട്ടായിരുന്നു. 2019 ഓഗസ്റ്റ് 5 ലോക്സഭ പാസ്സാക്കി. നവംബർ 26 രാജ്യസഭ പാസ്സാക്കി. ഡിസംബർ 5 രാഷ്ട്രപതി ഒപ്പുവെച്ചു. നിലവിൽ വന്നതെന്നാണ് 2020 ജനുവരി 10. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശങ്ങൾ, ക്ഷേമം തുടങ്ങിയവ സംരക്ഷിക്കുന്നതിന് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് ട്രാൻസ്ജെൻഡർ ആക്ട്. അത് 2019 എന്നാണ് ട്രാൻസ്ജെൻഡർ ആക്ട് 2019. പക്ഷേ നിലവിൽ വന്നതെന്നാണ് 2020 ജനുവരി 10 നിലവിൽ വന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ്? ഭിന്നശേഷിക്കാർക്ക് ഉള്ള അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2016 നിലവിൽ വന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 പാർലമെൻറ്റ് പാസ്സാക്കാൻ കാരണമായത് എന്താണെന്ന് വെച്ചാൽ ഐക്യരാഷ്ട്രസഭയുടെ ഭിന്നശേഷിക്കാരുടെ ഐക്യരാഷ്ട്ര കൺവെൻഷൻ തന്നെ നടന്നായിരുന്നു. അത് 2006 ഐക്യരാഷ്ട്ര കൺവെൻഷൻ നടന്നത്. അതുമൂലമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശത്തിനായിട്ടൊരു നിയമം പാർലമെൻറ്റ് തന്നെ പാസ്സാക്കിയത് എന്നാണ് 2016. 95 ഒരു നിയമം ഉണ്ടായിരുന്നു, ഭിന്നശേഷി നിയമം. 1995 പിന്നെ ഉണ്ടായിരുന്നൊരു നിയമം. അതിന് പകരമായിട്ടാണ് പിന്നെ 2016 ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഓക്കെ, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഭിന്നശേഷിയായിട്ടുള്ള അത്ലറ്റിക്സുകളുടെ ഒളിമ്പിക്സാണ് പാരാലിമ്പിക്സ്. പാരാലിമ്പിക്സ് ആദ്യമായി നടന്നത് എന്നാണ് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. 48 പാരാലിമ്പിക്സ് ആരംഭിച്ചത്. 48 പാരാലിമ്പിക്സ് ആരംഭിക്കുമ്പോൾ എൻ്റെ പേര് സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് എന്നായിരുന്നു. എന്താണ്? സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് എന്നായിരുന്നു പേര്. ആരായിരുന്നു നടത്തിയത്? സർ ലുഡ്വിഗ് ഗുഡ്മാൻ ആണ്. സർ ലുഡ്വിഗ് ഗുഡ്മാൻ ആയിരുന്നു 48 സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് നടപ്പിലാക്കിയത്. അതാണ് പിന്നെ എന്തായത്? പാരാലിമ്പിക്സായി മാറിയത്. പാരാലിമ്പിക്സ് ആണ്, മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ, പാരാലിമ്പിക്സ് ആണ്. പിന്നെ ആ പാരാലിമ്പിക്സ് പിന്നെ നടന്നത് എന്നാണ്? പാരാലിമ്പിക്സ് ആയിട്ട് നടന്നത് റോമിലാണ് നടന്നത്. ആദ്യത്തെ പാരാലിമ്പിക്സ് ആയിട്ട് നടന്നത് 1960 റോമിലാണ് നടന്നത്. റോമിലാണ് പിന്നെ പാരാലിമ്പിക്സ് എന്ന് പറഞ്ഞ് നടന്നത് 1960 നടന്നത്. ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത് 68 ടെൽ അവീവിലായിരുന്നു. 1968 ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത് ടെൽ അവീവിൽ
ടെൽ അവീവ് ഇസ്രയേലിലെ ടെൽ അവീവിൽ നടന്നതിൽ പാരാലിമ്പിക്സിലായിരുന്നു ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത്. ഇന്ത്യക്ക് ആദ്യമായി സ്വർണം നേടിയത് ഇന്ത്യക്കാരനാരായിരുന്നു? പാരാലിമ്പിക്സിൽ ആദ്യമായി സ്വർണം നേടിയ ഇന്ത്യക്കാരൻ ആരായിരുന്നു? മുരളീകാന്ത് പടേക്കർ. 2 സ്വർണം നേടിയത് ദേവേന്ദ്ര ജജാരിയ. ആദ്യമായിട്ട് സ്വർണം നേടിയത് മുരളീകാന്ത് പടേക്കർ ആയിരുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം നമുക്ക്. ആദ്യം നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ, രാമേശ്വരത്തായിരുന്നു ജനനം. അദ്ദേഹത്തിന് ഒരു കോട്ട്സ് ഉണ്ട് അതിനകത്ത് കുറച്ച്. അഗ്നിച്ചിറകുകളിൽ നിന്നിട്ടുള്ള ഒരു രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്തായിരുന്നു ഇരുന്നത്. അത് ക്ലാസ്സിൽ നിന്ന് അധ്യാപകന് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഹിന്ദുവും മുസ്ലിമും അടുത്തിരിക്കുന്നത് പ്രധാന അധ്യാപകന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ള കുറച്ച് കോട്ട്സ്, അഗ്നിച്ചിറകുകളിലെ കോട്ട്സ് ആദ്യം തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഉരുട്ടം അയ്യങ്കാളി നടത്തിയ പ്രക്ഷോഭം, ഉരുട്ടമ്പല ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള 1915 നടന്നു. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് അയ്യങ്കാളി പഞ്ചമി ഗവൺമെൻറ് UP സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇത് തന്നിട്ടില്ല, ഞാൻ അഡീഷണലി ചേർത്തതാണ്. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. പിന്നെ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്, കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ നിന്നും ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. EK ജാനകി അമ്മാൾ, തലശ്ശേരിയിൽ ജനനം. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലായിരുന്നു EK ജാനകി അമ്മാൾ. ഇന്ത്യയിലെ ആദ്യ സസ്യശാസ്ത്രജ്ഞയാണ്. ജീവിതത്തിൻ്റെ അരങ്ങ് ആരുടെ ആത്മകഥയാണ്? നിലമ്പൂർ ആയിഷ. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ജ്യോതിറാവ് ഫുലെ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ബുക്ക് ഗുലാംഗിരി. സത്യശോധക് സമാജം 1773. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിഭായ് ഫുലെ. സാവിത്രിഭായ് ഫുലെയുടെ ജന്മദിനമായ ജനുവരി 3 മഹാരാഷ്ട്രയിൽ ബാലികാ ദിനമായി ആചരിക്കുന്നു. ബാലവിധവകളുടെ പുനരധിവാസത്തിനായി പൂനെയിൽ മുക്തി മിഷൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി, ആര്യ മഹിളാ സഭയുടെ സ്ഥാപക. ആരുടെ ജന്മദിനമാണ് സാമൂഹ്യനീതി ദിനമായി ആചരിക്കുന്നത്? EV രാമസ്വാമി നായ്ക്കർ. പെരിയോർ, വൈക്കം ഹീറോ, സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. ഡോക്ടർ A അയ്യപ്പൻ, തൃശ്ശൂരിലെ പറവട്ടിയിൽ 1905 ഫെബ്രുവരി 5 ജനനം. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ പ്രസിദ്ധ നരവംശ ശാസ്ത്രജ്ഞനാണ്. ഒഡീഷയിലെ ട്രൈബൽ റിസർച്ച് ബ്യൂറോയുടെ സ്ഥാപകൻ കൂടിയാണ്. ട്രാൻസ്ജെൻഡറിൻ്റെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10 ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് തവാചന്ദ് ഗെഹ്ലോട്ട്. പാസ്സാക്കിയത് ഡിസംബർ 5, 2019 ഡിസംബർ 5. രാജ്യസഭ പാസ്സാക്കിയത് നവംബർ 26. രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഡിസംബർ 5. നിലവിൽ വന്നത് 2020 ജനുവരി 10. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2016. ഐക്യരാഷ്ട്രസഭ കൺവെൻഷൻ നടത്തിയത് 2006. 95 ഭിന്നശേഷിക്കാരുടെ നിയമമാണ് 2016 ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമമായിട്ട് വന്നത്. പാരാലിമ്പിക്സ് ആരംഭിച്ചതെന്നാണ് 48. ആരാണ് കൊണ്ടുവന്നത്? ലുഡ്വിഗ് ഗുഡ്മാനാണ് കൊണ്ടുവന്നത്. എന്താണ് അറിയപ്പെടുന്നത്? സ്റ്റോക്ക് മാൻഡിവില്ലി അല്ലേ? സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ 1960 പാരാലിമ്പിക്സ് എന്നറിയപ്പെട്ടു. ഇന്ത്യ പങ്കെടുത്തത് 1972 ടെൽ അവീവിലായിരുന്നു ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ്. 72 നമുക്ക് മുരളീകാന്ത് പടേക്കർ ആദ്യമായി സ്വർണം നേടിയത് 1972. ഇന്ത്യ പങ്കെടുത്തത് 68. പാരാലിമ്പിക്സ് 2 സ്വർണം നേടിയത് ദേവേന്ദ്ര ജജാരിയ. ഓക്കെ, താങ്ക് യു.